നടക്കൂല. ഞാനാ പറയേണ്ടത് നടക്കൂന്നോ? നടക്കും. ഞാനാ പറയുന്നത് നടക്കൂല. നീ ബെറ്റോ കണ്ട നടക്കൂന്ന് പറഞ്ഞാൽ നടക്കും. എന്താണ് രംഗം വഷളേ? അല്ലേ ഈ പുള്ളി പറയണേ ലല്ലു മൂത്തടിച്ച് മൂക്കി പല്ലു എന്നാലും പെണ്ണിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞ അടുത്ത 3 മാസത്തിനുള്ളിൽ ലല്ലു പെണ്ണിട്ടിരിക്കുന്നു. ഒന്ന് പോടപ്പാ. പള്ളി രണ്ടിരാൻ പോലും ഇവൻ പെണ്ണിട്ടേനാ. അത് നടക്കാൻ പോലില്ല. നടന്ന് അഥവാ ഇവൻ സമ്മതിച്ചാലും ഞാൻ കല്യാണം നടത്തിക്കൂല. അവന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞ അവന്റെ അപ്പനെ കള്ളും മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ വാക്ക് ഇവൻ ഇതൊക്കെ നശിപ്പിക്കും. ഓഹോ, രംഗപടം സുജാതനാണല്ലേ? എല്ലാം മനസ്സിലായി. കൊമ്പനായിലെ ജോൺ സാറ് ഞങ്ങളെ വിളിച്ചത് പറയണമെങ്കിൽ അങ്ങേര് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങേര് പറഞ്ഞത് കാര്യമില്ലേ? നിനക്കെന്താ കല്യാണം കഴിച്ചാല്? നീ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലേ? ഹ്യൂമൻ ബീയിങ് അല്ലേന്ന്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ തമാശയായിട്ടാണല്ലേ വിചാരിച്ചേക്കണ? ഞാൻ പറഞ്ഞത് നേരാണ്. ഞാൻ ജീവിതത്തിൽ എത്രയോ പെണ്ണുങ്ങളെ കണ്ടേക്കണം. എനിക്കങ്ങനെ സ്പാർക്ക് വന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വരട്ടെ. അതിനു മുമ്പേ ഞാൻ ആരെങ്കിലൊക്കെ പോയി കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാണ്? അത് മഴക്കാലത്തെ കറണ്ട് പോലെയാണ്. വരുമ്പോ വരട്ടെ. അപ്പൊ ഈ വരുന്ന പെണ്ണിന് സ്പാർക്ക് ഉണ്ടാന്ന് എങ്ങനെ അറിയും? എടാ, അവള് വരുമ്പോ ചില തമിഴ് സിനിമയിലെ നായകന്മാര് വരുന്ന പോലെ ഇരിക്കും. ഇളയരാജയും എ.ആർ. റഹ്മാനും ചേർന്ന് അവൾക്ക് വേണ്ടി സംഗീതം ഒരുക്കും. വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒരുമിച്ചിരുന്ന് വരികൾ എഴുതും. ശ്രേയഘോഷത്തിൽ ഞാനും ചേർന്ന പാട്ട് പാടും. അതിന് ശ്രേയാഘോഷല് ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈറ്റത്തടിച്ച് പോരാൻ സമ്മതിക്കോ? ഒന്ന് പോയോടെ ഓടുന്നു. ഇവിടെ സ്പാർക്കിന്റെ കാര്യം പറഞ്ഞതിന്റെ ഇടയിലാണ്. എടാ, നമ്മളത് തേടിപ്പോയി കണ്ടുപിടിക്കണ കാര്യമൊന്നുമല്ല. അതൊക്കെ അങ്ങോട്ട് സംഭവിക്കണ കാര്യമാണ്. ഷോക്ക് അടിക്കുന്ന പോലെ അല്ലേ? എന്തോടിക്കണ്ടല്ല. ഫോണാണോ? ആടാ പാപ്പി, പറടാ. ലല്ലു ഇപ്പൊ എവിടെയാ? എടാ, ഞാനിപ്പോ ജങ്കാറില്. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? ആ, എൻജോയിങ് ലൈഫ് അല്ലേ? ഇയാള് തന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. പക്ഷെ അതിന്റെ പേര് ബാക്കിയുള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത്. ഞാനും ടാനയും തമ്മിൽ എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്നറിയോ? അവൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടറിയോ അവളുടെ ഡാഡി നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ച്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഐ നെവർ എക്സ്പെക്ടഡ് എനി ഓഫ് ദിസ്. ഇയാളിനി ഏത് രാജകുമാരി വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കാണുമല്ലോ 10ാം ക്ലാസ് ഒക്കെ തോറ്റ പെൺപിള്ളേര്. അവരെ ആരെങ്കിലും കിട്ടിയാ പോരെ? അതൊന്നുമല്ല, ലല്ലുവിന് എങ്ങനെയെങ്കിലും എന്റെ കല്യാണം മുടക്കണം, അത്രേ ഉള്ളൂ. ബുൾഷിറ്റ്. എന്താടാ പാപ്പിനാപ്പയും കൊച്ചു നല്ല ചീത്ത പറഞ്ഞു തോന്നണം. അതല്ലേ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ സ്പാർക്കുള്ള പെണ്ണിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. മുട്ടുവിൻ തുറക്കപ്പെടും, തോണ്ടുവിൻ പിടിക്കപ്പെടുന്നല്ലേ? നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. കിസ്മത്ത് എന്നൊന്നുണ്ട് മോനെ. നിന്റെ ഹുറി നിന്നെ തേടി വന്നിരിക്കും. ചിലപ്പോ നാളെ തന്നെ. നാളെ നമുക്ക് എവിടെയാണ് പണിയെന്ന് അറിയാമോ? എവിടെയാണ്? സുന്ദരികളായ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന എറണാകുളം സെന്റ് ട്രീസാസ് കോളേജ്. ഓമനക്കുട്ടി. പടേ കണ്ണി തന്നെ വെക്കണോട്ടാ, തലേക്കേറ്റ് വെക്കരുത്, കാല് വലുതാവും. ഓക്കേടാ, രാത്രി തരാട്ടാ. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ മാറിക്കും, അല്ലെങ്കിൽ ഡ്യൂക്കിരിപ്പുണ്ട്. വേണോ? എന്റെ പൊന്നു, ഞാൻ നേരെ സ്വർഗത്തിലോട്ടൊന്നല്ല പോണേ, കോളേജിലോട്ടാണ്. നീ ആ കീ ഒന്നെടുത്ത്. ഫുൾ ബുള്ളറ്റ് ആണല്ലോ. ഡ്യൂക്ക് എടുത്താൽ മതിയായിരുന്നു. പൈനാപ്പിൾ സുന്ദരനല്ല. ഹലോ മോളെ. ഹായ് ചക്കര. കുട്ടിയൊന്ന് മനസ്സ് വെച്ചാൽ. കുട്ടിയുടെ നാളെ ഏതാ? മൂലം. എന്ത് കോലടപ്പാ? ഓ, നിന്നോക്കെ. ഇതെന്താടെ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മേടിച്ചേ. പറഞ്ഞില്ലാത്തണ്ടി. ഞങ്ങളോട് നിനക്ക് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഷഡ്ഡി കൂടി മേടിച്ചിട്ടൂടെ? അതൊക്കെ ആര് കാണാനാ? ഞാൻ കണ്ടല്ലോ ഇപ്പൊ. നീ ഇത്രല്ലേ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കിയേ. നീ എന്നെ പുറകെ നോക്കിയില്ലേ?
അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. ഹലോ പാജിക്കുട്ട കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്താ ഇന്ന് പണിയണ്ട? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. എടാ സെന്റ് റീസസ് കോളേജിലാണ് പണി എന്നിട്ട് വിളിക്കണ 11ാമത്തെ നാറിയാണ്. വെച്ചിട്ട് പോടാ പോടാ മോറ. ലല്ലോടെ പോയത്. മാം അവിടെ ബാത്റൂമില് അവിടെ ആരോ. പോഞ്ചിക്കുട്ടൻ മിസ്റ്റർ പാഞ്ചി, വാട്ട് നോൺസെൻസ്. കുട്ടികളുള്ളപ്പോ ബാത്റൂമിലേക്ക് പേടിക്കാൻ ഇവരെ ആരാ പറഞ്ഞു വിട്ടത്? അതേത് നാറിയാണ്? ഇവനെങ്ങനെ ഇവിടെ എത്തി? നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ഐ വിൽ കോൾ ദി പോലീസ്. അയ്യോ ഐ ഒബ്ജക്ഷൻ യുവർ ഓർഡർ. മാഡം എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ഇത്രയും പെമ്പിള്ളേര് വരുന്ന ബാത്റൂമാണിത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തി എന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഞാനാണ് ഇവനെ പ്രത്യേകം നിയമിച്ചത്. മാഡത്തിന് അറിയോ ഇവൻ ജന്മനോ അനന്തനാണ്. അനന്തൻ. യെസ് ഹി ഈസ് റിയലി ബ്ലൈൻഡ്. കണ്ണു കണ്ടുവിടുന്നു. കണ്ടാ നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. അയ്യോ സോറി മിസ്റ്റർ പാഞ്ചി, റിയലി സോറി. മോനെ സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. നിങ്ങളെല്ലാം അപ്പുറത്തേക്ക് പോയിക്കോ. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയടാ ലെമട്ടി മോനെ. എന്നിട്ട് കിന്നാരി തുമ്പിലെ ഡയലോഗ് നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? ലല്ലൂനൊരു കൂട്ടിന്. എന്നിട്ട് ലല്ലോടെ ഓ എന്റെ പൊന്നേ. ഓ നീ ഇവിടെ പണിയെടുക്കാൻ വന്നതാണ്. നിന്നെ സ്പാർക്ക് നോക്കാൻ കൊണ്ടുവന്നതല്ലേ? നെല്ല് തേടി എലിയും പുല്ല് തേടി പശുവും എല്ല് തേടി പട്ടിയും അങ്ങോട്ട് ചെല്ലണം. പിന്നെ ലല്ല് മാത്രം എന്തിനിവിടെ നിക്കണം? എനിക്ക് നോക്കാൻ നാണോ പാഞ്ചിക്കുട്ട? നീ വന്നേന്ന് ശരിയാവൂല. ഇത് വെക്കട്ടെ പാഞ്ചിക്കുട്ട. പെയിന്റ് മാട്ട. സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിലെ ഉണക്കത്തേങ്ങ പോലെ ഒഴി നടക്കുന്ന സ്ഥലമാണിത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. ഒരക്കണ് പിന്നെയും ദൈവമേ ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു പണിക്കാരന് ലോകത്ത് ഒരു മേസ്ത്രിക്കും കൊടുക്കല്ലേ. നോക്കാന്ന്. സ്പാർക്കില്ല. ഉറപ്പായിട്ട് സ്പാർക്കായി കാണും. സ്പാർക്കും അതും തോന്നുന്നില്ല. നല്ല നാടൻ സ്പാർക്ക്. ഇതിനാ ഇഷ്ടമായി കാണും അല്ലേ? പക്ഷേ ഓ എന്റെ പൊന്നെ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. താങ്ക് യു ചിഞ്ചു. ഞാൻ നിന്നൊരു കവിത പാടട്ടെ? ഓ വേണോന്നില്ല ഏട്ടാ. അല്ല കവിതയും കൂടി പാടാം. എനിക്കുണ്ടൊരു മുത്തശ്ശി, കഥകൾ പറയും മുത്തശ്ശി, എന്നെ ഉറക്കും മുത്തശ്ശി, പക്ഷെ ഇപ്പ വൃദ്ധസദനത്തിലാണ് മുത്തശ്ശി. പോയേ എല്ലാരും ക്ലാസ്സിൽ പോയേ. ചീത്താവല്ലേ? ചെല്ല്. എടാ മഹാബാബി
സ്വന്തം അമ്മൂമ്മനെ വൃദ്ധസദനത്തിലാക്കിയിട്ട് കവിത ഇല്ലണോ? എടാ ജനന്ത വീട്ടിൽ നീ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ സ്പാർക്ക് നോക്കണ്ടേ? നീ എന്തിനാ സ്പാർക്ക് നോക്കണ്ട? അത് നോക്കാൻ ലല്ലുല്ലേ? എടാ അവൻ അവിടെ നിപ്പുണ്ട്, അവന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ആളെ കൂട്ടിയാണ്. അവനെവിടെ? ദേ, എവിടെ? അവിടെയാണ്. ആ അവിടെ